നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെ കാലിക്കുടങ്ങളുമായി നാട്ടിക പഞ്ചായത്തിന് മുൻപിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. തളിക്കുളം ഇടശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിലുകൾ തകർത്ത് മോഷണം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് സംസ്ഥാന സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്രയാർ സെന്ററിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ നാട്ടികയിലെ ജനങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റും CPM ഭരണസമിതിയും പുച്ഛിച്ചു തള്ളുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ആരോപിച്ചു. നാട്ടികയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുൻപിൽ കാലിക്കുടങ്ങളുമായി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു നൌഷാദ് ആറ്റുപറമ്പത്ത്. ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ജനവിരുദ്ധ നടപടികൾക്കെതിരെ സമരവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നാട്ടിക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്ടികയുടെ കിഴക്കൻ വാർഡുകൾ 6 മുതൽ തുടങ്ങി 9 വരെ നീണ്ടു കിടക്കുന്ന കിഴക്കൻ വാർഡുകളിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ കുടിവെള്ള മേഖലയിലാകട്ടെ, നേരത്തെ ബിനു സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ കാര്യത്തിലാകട്ടെ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലാകട്ടെ, മറ്റെല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന അവതാളത്തിലാക്കുന്ന തരത്തിലേക്ക് നിരന്തരമായി ഒരു ഗ്രാമപഞ്ചായത്ത് കടന്നു പോകുമ്പോൾ ഒരു ജനാധിപത്യ ബോധമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസും UDF-ഉം നിരന്തരമായി ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് നടപടികളെടുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് ബഹുജന പങ്കാളിത്തത്തോടെ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PP വിനു, TV ഷൈൻ, രഹന ബിനീഷ്, KV സുകുമാരൻ, ആലിസ് വിൻസെന്റ്, പ്രമിള പൂക്കാട്ട്, സത്യഭാമ രാമൻ, പ്രകാശൻ വീയത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്തിലെ കിഴക്ക് ഭാഗം 5 മുതൽ 10 വരെ കനോലി കനാലിനു ചേർന്നുള്ള വാർഡുകളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ളത്. മറ്റു മേഖലകളിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പണി നടക്കുന്നതുകൊണ്ട് കുടിവെള്ളം ലഭിക്കുന്നുമില്ല. പുഴയോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ കിണറുകളിലും ഫിൽറ്ററുകളിലും ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ്. കൂടാതെ യഥാസമയം പഞ്ചായത്ത് ചീപ്പ് കെട്ടാത്തതുമൂലം പുഴയിൽ നിന്നും പുളിവെള്ളം കയറി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയിലുമാണ് പ്രദേശവാസികൾ. പൊതുപൈപ്പുകളിൽ സ്ഥിരമായി വെള്ളം വരുന്നുമില്ല. ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി റോഡുകൾ പൊളിക്കുന്നതിനാൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം UDF ഭരണകാലങ്ങളിൽ വേനൽക്കാലമായാൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്ത് ടാങ്കർ വഴി കുടിവെള്ളം എത്തിച്ചു നൽകാറുണ്ടെന്നും നാട്ടികയിൽ CPM ഭരണം വന്നതിനു ശേഷം കുടിവെള്ളം എത്തിച്ചു നൽകാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ ശ്രമിക്കുകയില്ല എന്നും മഹിളാ കോൺഗ്രസ് ആരോപിച്ചു. ഇനിയും ജനങ്ങളോട് വെല്ലുവിളിയുമായി പഞ്ചായത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മഹിളാ കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് 11ാമത് ദക്ഷിണാമൂർത്തി സ്മൃതി ദേശീയ സംഗീത നൃത്തോത്സവത്തിനോടനുബന്ധിച്ച് ഡോക്ടർ ഭരത് കൃഷ്ണ, RLV ഗിരിജ, കലാമണ്ഡലം ഭാവന വിനോദ് എന്നിവരുടെ ശാസ്ത്രീയ സംഗീത കച്ചേരികൾ നടന്നു. തുടർന്ന് കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപമായ മോഹിനിയാട്ടം അരങ്ങേറി.
കലാമണ്ഡലം വേണി, അനുപമ മേനോൻ എന്നിവർ വേദിയിൽ മോഹിനിയാട്ട കച്ചേരികൾ അവതരിപ്പിച്ചു. സമാപന ഇനമായ തിരൂർ മുദ്രാങ്കണം തിരുവാതിര സംഘത്തിന്റെ തിരുവാതിരക്കളിയും നടന്നു. കലാകാരന്മാരെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ, KD ദേവദാസ് സ്വാമികൾ എന്നിവർ വേദിയിൽ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക, എയ്ഡഡ് നിയമനം PSCക്ക് വിടുക, കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതിക പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി 2 ദിവസമായി നാട്ടിക മണ്ഡലത്തിൽ നടത്തിയ പ്രക്ഷോഭ ജാഥ തൃപ്രയാറിൽ സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് MK അസ്ലം ഉദ്ഘാടനം ചെയ്ത യാത്ര മണ്ഡലത്തിലുടനീളം പര്യടനം നടത്തിയതിനു ശേഷമാണ് തൃപ്രയാറിൽ സമാപിച്ചത്. സമാപന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം സെക്രട്ടറി നസീഹ് എടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ VA ഹാരിസ്, ജില്ലാ സെക്രട്ടറി സരസ്വതി വലപ്പാട്, പ്രവാസി വെൽഫെയർ സംസ്ഥാന ട്രഷറർ കുഞ്ഞിപ്പ, ഫ്രറ്റേർണിറ്റി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ സമദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ തളിക്കുളം, ആരിഫ്, അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ പിന്നോക്ക, ദലിത്, ആദിവാസി, ദുർബല വിഭാഗങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ സ്ഥായിയായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന, അവരുടെ ജീവിതത്തിനെ മുച്ചൂടും മാറ്റിമറിക്കുന്ന ഒന്നിൻ്റെ പേരാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത്. ഈ ജാതി സെൻസസ് നമ്മൾ വിചാരിച്ച പോലെ അത്ര ലളിതമല്ല. ജാതി സെൻസസ് ആരാണ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അത് സവർണ, വരേണ്യ, മാടമ്പിമാരാണ്. ഈ സംവരണത്തെ അവർക്ക് എതിർപ്പാണ്. UDF മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LDF സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ഡിസംബർ 16-ന് പാവറട്ടിയിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി കുറ്റപത്രം തയ്യാറാക്കൽ കാഞ്ഞാണിയിൽ മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ 7 കൊല്ലത്തിനിടയിൽ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെ 5 കൊല്ലത്തിനിടയിൽ, രണ്ടാം പിണറായി സർക്കാരിന്റെ 2.5 കൊല്ലത്തിനിടയിൽ
ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാവുന്ന എന്തെങ്കിലും നേട്ടം പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാകും. കേരളത്തിലെ ജനക്ഷേമ പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഉദ്ദേശിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ കൂട്ടിക്കലർത്തി കൂടി ഉണ്ടാക്കിയെടുത്ത ക്ഷേമ പദ്ധതികൾ അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? DCC ജനറൽ സെക്രട്ടറി KB ജയറാം അധ്യക്ഷത വഹിച്ചു. കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ, സഹകരണ മേഖലയിലെ പ്രതിസന്ധികൾ, പഞ്ചായത്തുകളെ വരുതിയിലാക്കാനുള്ള സർക്കാരിന്റെ നടപടികളും തീരുമാനങ്ങളും എന്നീ വിഷയങ്ങളിൽ സിംപോസിയങ്ങളും അവതരിപ്പിച്ചു. യോഗത്തിൽ KPCC അംഗവും മുൻ MLAയുമായിരുന്ന അനിൽ അക്കര, KPCC സെക്രട്ടറി ശ്രീകുമാർ, DCC ജനറൽ സെക്രട്ടറി PK രാജൻ, UDF കൺവീനർ KK ബാബു, PRN നമ്പീശൻ, അസ്കർ അലി തങ്ങൾ, VG അശോകൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, CM നൌഷാദ്, വിൽസൺ പണ്ടാരവളപ്പിൽ, TR ജോയ്, ബെന്നി, KS ദീപൻ, TG സ്റ്റാൻലി, AT സ്റ്റീഫൻ, KK പ്രകാശൻ, MV അരുൺ, അഡ്വക്കേറ്റ് മുസ്തഫ, ജെൽസൺ ജോസഫ്, ഡോക്ടർ ആൻഡോ, ലിജോ OJ, ഷാജൻ എന്നിവർ സിംപോസിയത്തിൽ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിച്ചു. തളിക്കുളം ഇടശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിലുകൾ തകർത്ത് മോഷണം. ഇടശ്ശേരിക്ക് കിഴക്ക് പുതിയ വീട്ടിൽ ഷിഹാബിന്റെ ഇരുനില വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകൾ, CCTVയുടെ DVR എന്നിവ മോഷ്ടാവ് കവർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ ഷിഹാബിന്റെ ബന്ധുവീട്ടിൽ ചെടി നനയ്ക്കാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ തകർത്ത നിലയിൽ കണ്ടത്. പറമ്പിൽ ചെടി നനയ്ക്കാൻ എത്തിയതായിരുന്നു ബന്ധു. ഞാനിന്ന് രാവിലെ ഉച്ചക്ക് 1 മണിക്കിന് വന്നത്. ഇവിടെ നനക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കേണ്ട പണി ഇവിടെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. മറ്റുള്ള ദിവസം 6 മണിക്ക് 7 മണിക്ക് ഒക്കെ വരല്. ഇന്ന് കുറച്ച് നേരം വഴിക്ക് വന്നപ്പോൾ വാതിലിൻ്റെ ഇവിടെ നോക്കിയപ്പോൾ പൊളിച്ചിട്ടിരുന്നു. പക്ഷെ വാതിലിൻ്റെ ഗേറ്റിൻ്റെ ഇത് നമുക്ക് പ്രവേശനമില്ല. വാതിലിൻ്റെ അകത്തേക്കുള്ളത് അത് എൻ്റെ ഒരു 5 മുനീറിന് ഇറങ്ങി. അവൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വീടിൻ്റെ. എനിക്ക് പുറത്തുള്ള പണികളുള്ളൂ, മേലെ നനക്കൽ, താഴത്ത് നനക്കൽ, വൃത്തിയാക്കൽ. അപ്പോൾ ബ്രാലുണ്ട്, മീൻ വളർത്തണുണ്ട്, അതിന് തീറ്റ കൊടുക്കണം. അതിന് തീറ്റയും കൊണ്ട് പോയപ്പോൾ അവിടെ വല വീണ് കിടക്കുന്നു. അപ്പോൾ വല ഞാൻ പൊന്തിച്ച് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റ്. അപ്പോൾ അതിന്മേ കമ്പിപ്പാറ, ചിറ്റിക, ഇരുമ്പിൻ്റെ വടി അത് കിടക്കുന്നുണ്ട്. അത് ഞാനെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വല കെട്ടി ബ്രാലിന് തീറ്റ കൊടുത്തു. അപ്പോൾ ഞാൻ വാതിൽമേലേക്ക് ശ്രദ്ധിച്ചത്. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ വാതിൽ പൊളിഞ്ഞു കിടക്കുന്നു. അപ്പോഴേക്കും ഞാൻ മുനീറിനെ വിളിച്ച് വീടറിഞ്ഞു. അങ്ങനെ അവൻ വന്ന് അഞ്ചനെ വിളിച്ച് ഗൾഫിലേക്ക് എല്ലാവർക്കും വീടറിയിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അങ്ങനെ ഇതുണ്ടായ സംഭവം. വീടിനകത്തെ അലമാരകളെല്ലാം തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. വീട്ടിലെ കാർ ഷെഡിനകത്തെ അലമാരയിലുണ്ടായിരുന്ന കമ്പിപ്പാരയും ചുറ്റികയും ഇരുമ്പ് കമ്പിയും ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത്. ഷിഹാബും കുടുംബവും ദുബായിലാണ്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ ഭാരവാഹികളായി CS പ്രേമൻ പ്രസിഡന്റ്, KM സുരേഷ്, KK ഉണ്ണികൃഷ്ണൻ, TB രവി, AK ഗിരീഷ് വൈസ് പ്രസിഡന്റുമാർ, MN സുരേഷ് സെക്രട്ടറി, ഹരിദാസ് പങ്ങായിൽ, TK കുട്ടൻ, PM സുനിൽ, MK ഉണ്ണിരാജൻ ജോയിന്റ് സെക്രട്ടറിമാർ, TM ശങ്കുണ്ണി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800309155. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ജനുവരി 14 മുതൽ 17 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് സംസ്ഥാന സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്രയാർ സെന്ററിൽ സ്വീകരണം നൽകി. തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് PH സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും വൈസ് ക്യാപ്റ്റനുമായ TP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ ക്യാപ്റ്റനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ മീരാണൻ, യൂണിറ്റ് സെക്രട്ടറി AA ബെന്നി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MP ജോൺസൺ, ജോയിന്റ് സെക്രട്ടറി RA ഫൈസൽ, ട്രഷറർ KV രാജേഷ്, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ CJ ആൻഡോ എന്നിവർ ഹാരാർപ്പണം നടത്തി. പതാക വഹിച്ചുകൊണ്ട് 6 ജില്ലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി 7ാമത്തെ ജില്ലയായ സമ്മേളന നഗരി ഉൾക്കൊള്ളുന്ന തൃശ്ശൂരിൽ ഇന്ന് രാവിലെ 9 മണിക്ക് പയ്യന്നൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ മുമ്പിൽ വെച്ച് ആരംഭിച്ച ജാഥയുടെ നൂറുകണക്കിന് യൂണിറ്റുകൾ പ്രതിനിധീകരിച്ചുകൊണ്ട് നൽകിയ 69ാമത്തെ സ്വീകരണ കേന്ദ്രമാണ്. പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന നാട്ടിക സ്വദേശിക്ക് ചികിത്സാ ധനസഹായവുമായി സൗദിയിലെ മലയാളി കൂട്ടായ്മയായ നവോദയ കലാ സാംസ്കാരിക സംഘടന. നാട്ടിക പഞ്ചായത്തിലെ 6ാം വാർഡിൽ താമസിക്കുന്ന കലാനി വീട്ടിൽ സതീശനും കുടുംബത്തിനുമാണ് ചികിത്സാ സഹായമായി 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു തുക കൈമാറി. ലോക്കൽ സെക്രട്ടറി KB ഹംസ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ജോളി, KS അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നവോദയ എന്ന് പറയുന്ന സംഘടന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനു മുമ്പും നമ്മുടെ പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ആ സംഘടനയുടെ തന്നെ ദീർഘകാലം പ്രവർത്തകനായിട്ടുള്ള സതീഷ് ഒരസുഖം പിടിപെട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സംഘടനയിലെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേർന്ന് അദ്ദേഹത്തിനൊരു ചെറിയ സഹായം, ചെറുത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല, 1 ലക്ഷം രൂപയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് അവർ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിനും പാഠഭാഗത്തു നിന്ന് നെൽകൃഷിയെക്കുറിച്ച് ലഭിച്ച അറിവുകൾ കണ്ടറിഞ്ഞു പഠിക്കുന്നതിനും മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. അന്യം നിന്നു പോകുന്ന നെൽകൃഷി കുട്ടികളെ പരിചയപ്പെടുത്തുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PK കൃഷ്ണൻ മുന്നോട്ടുവെച്ച കരനെൽ കൃഷി എന്ന ആശയം കുട്ടികളും അധ്യാപകരും PTA-യും ഏറ്റെടുത്ത് സ്കൂൾ വളപ്പിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു. മണലൂർ ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അവർക്ക് അതിൽ നിന്നോട്ട് പഠിച്ചു വരണം. പുതിയ ജനതയെ വാർത്തെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നെല്ല് എന്താണെന്നുള്ള ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ സാധിക്കണില്ല. അത് ഈ തലമുറയെ കൂടി അവരെ മനസ്സിലാക്കി കൊടുത്ത് നല്ലൊരു സംരംഭമായി ഇത് വിജയിപ്പിക്കണം. വിജയിച്ചു കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ടായാലും കുട്ടികളത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കൃഷി ചെയ്യണമെങ്കിൽ ഈ കരനെൽ കൃഷി ചെയ്യുന്ന വെള്ളം ധാരാളം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ജൈവ
വളം ഉപയോഗിച്ചിട്ടാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിൽ കീടനാശികളൊന്നും തെളിച്ചിട്ടില്ല. അതുപോലെ ഇത് നല്ല ഭംഗിയായിട്ട് ഈ പരിപാടി. PTA പ്രസിഡന്റ് PV സലീഷ്, പ്രധാനാധ്യാപിക EL ജോസി, OSA പ്രസിഡന്റ് PK കൃഷ്ണൻ, വികസന സമിതി അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ CA ഷിബിയ, MPTA പ്രസിഡന്റ് ജെനി ദീപു, കൃഷിക്ക് ആവശ്യമായ മുഴുവൻ ജൈവവളങ്ങളും കീടനാശിനികളും സംഭാവന ചെയ്ത പൂർവ്വ വിദ്യാർത്ഥി ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. കൊയ്ത്തുത്സവത്തോടനുബന്ധിച്ച് കൊയ്ത്തുപാട്ട്, കറ്റപറിക്കൽ, മെതിക്കൽ, പാറ്റിയെടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ കുട്ടിക്കർഷകർ ആവേശപൂർവ്വം പങ്കെടുത്തു. നെൽകൃഷിയുടെയും വിളവെടുപ്പിന്റെയും വിവിധ ഘട്ടങ്ങൾ കുട്ടികൾക്ക് കണ്ടറിയാനും അനുഭവിച്ചറിയാനുമുള്ള ഒരു വേദി കൂടിയായി കൊയ്ത്തുത്സവം മാറി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഫലവൃക്ഷ തൈ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, ഷിജി CK, സന്ധ്യ മനോഹരൻ, സുമന ജോഷി, ഷൈജ കിഷോർ എന്നിവർ സംസാരിച്ചു. കൃഷി അസിസ്റ്റന്റുമാരായ ബിനു VB, ജിഷ K, സയന എന്നിവർ ഫലവൃക്ഷ തൈ വിതരണത്തിന് നേതൃത്വം നൽകി. പദ്ധതി വിഹിതം 2 ലക്ഷം രൂപ വിനിയോഗിച്ച് 300 ഗുണഭോക്താക്കൾക്കായി ശ്രീലങ്കൻ ജാക്ക്, തായ് പേര, തായ്ലൻഡ് റെഡ്, ചാമ്പ, ലൂബി, കുറ്റിക്കുരുമുളക് തുടങ്ങിയ 5 ഇനം ഫലവൃക്ഷങ്ങളാണ് വിതരണം ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനെതിരെ കാലിക്കുടങ്ങളുമായി നാട്ടിക പഞ്ചായത്തിന് മുൻപിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. തളിക്കുളം ഇടശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ വാതിലുകൾ തകർത്ത് മോഷണം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് സംസ്ഥാന സമ്മേളന വാഹന പ്രചരണ ജാഥയ്ക്ക് തൃപ്രയാർ സെന്ററിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.